നമസ്കാരം. അഡ്വക്കേറ്റ് അഷ്കർ സംസാരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു അമ്മ എന്നെ കാണാനായിട്ട് വന്നു. അമ്മയ്ക്ക് 50 വയസ്സാണ് പ്രായം. 30 വർഷത്തിലധികമായി ഈ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, ഒരുപാട് വിഷമങ്ങൾ ഞാനുമായിട്ട് പങ്കുവെച്ചു. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കണമെന്ന് എനിക്ക് തോന്നി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അമ്മ എല്ലാ അമ്മമാരെയും പോലെ തന്നെ രാവിലെ എണീറ്റ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും പണികളും ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുടെ സ്വന്തം വീട്ടിലെ കല്യാണ പരിപാടികൾക്കോ കുടിയിരിക്കൽ പ്രോഗ്രാമുകൾക്കോ വീടിരിക്കൽ പരിപാടികൾക്കോ ഒരു പരിപാടികൾക്കും പോവാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഈ അമ്മയുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താവ്, ഇവരെ ഇത്തരം പരിപാടികൾക്കൊന്നും പോകാൻ അനുവദിക്കില്ല. വീട്ടുപണി നോക്കി വീട്ടിൽ മാത്രം നിൽക്കുക, ഇയാളുടെ ചൊൽപ്പടിക്കനുസരിച്ച് മാത്രം ജീവിക്കുക. ഈ അമ്മ കഴിഞ്ഞ 30-35 വർഷത്തിലധികമായി ഇതെല്ലാം അനുഭവിച്ച്, ഇതെല്ലാം വല്ലാതെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് വല്ലാത്ത മാനസികാവസ്ഥയിലാണ് എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു നോക്കുന്നത്, ചിലപ്പോൾ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയുടെ വീട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും അനിഷ്ടങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായേക്കാം. പക്ഷേ എല്ലാ ദിവസവും 365 ദിവസവും ഇയാളുടെ കൂടെ, ഇയാളുടെ വീട്ടിൽ ഇയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി സ്വന്തം വീട്ടിലോട്ടൊന്ന് പോയി കണ്ട് ആളുകളോട് സംസാരിച്ച് തിരിച്ചു വരാൻ പോലും ഇയാൾ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇയാൾ ഈ ഭാര്യയും കൊണ്ട് ഇത്രയും കാലമായിട്ട് ഒരു തരത്തിലുള്ള യാത്രയും ഉണ്ടായിട്ടില്ല. ഒന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഒരു തരത്തിലുള്ള പരിഗണനയും ഈ ഭാര്യയ്ക്ക് കൊടുത്തിട്ടില്ല. എല്ലാ തരത്തിലും ഒരു അടിമയെ പോലെ കഴിയുന്ന ഒരു അമ്മ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാതെ എന്നെ വിഷമിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതി യുവാക്കളൊക്കെ ഇത്തരത്തിലായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളത്. ഒരിക്കലുമല്ല. അവരൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാനുള്ള ചങ്കൂറ്റമുള്ള വനിതകളും യുവതികളും ഒക്കെയാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്ന യുവാക്കളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. എങ്കിലും 10-50 വയസ്സ് കഴിഞ്ഞ ഒരുപാട് അമ്മമാര്, 19 വയസ്സ് കഴിഞ്ഞ അമ്മമാര്, ഒരുപാട് പേര് ഇപ്പോഴും ഇത്തരം അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ മക്കളെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവരുടെ അമ്മമാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. അവിടെ നിങ്ങൾ ഇടപെടണം. കാരണം മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊരടിമയെപ്പോലെ ജീവിച്ച് സ്വന്തം ജീവിതം സന്തോഷം എന്താണെന്ന് അറിയാതെ ആ അമ്മ മരിച്ചു പോകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ ഇടപെടലുകൾ നടത്തിയേ തീരും. ഉണ്ടാവാം, നമ്മളറിയാതെ നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അവിടെ ഇടപെടണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. പരസ്പരമുള്ള സ്നേഹം അനിവാര്യമാണ്. ചേർത്ത് പിടിക്കലുകൾ അനിവാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബം. പക്ഷേ അവിടെയെല്ലാം ചേർത്ത് പിടിച്ച് വിള്ളലുകളില്ലാതെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് നല്ലൊരു കുടുംബജീവിതം നമുക്ക് സംജാതമാക്കുവാനായിട്ട് സാധിക്കുക.